ചോദ്യങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാലയാണ് ഡൽഹി സർവകലാശാല. സ്വന്തമായി റേഡിയോ നിലയം സ്ഥാപിച്ച ആദ്യ സർവകലാശാല സർദാർ പട്ടേൽ സർവകലാശാല. ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹി സർവകലാശാലയാണ്. എന്നാൽ സ്വന്തമായി റേഡിയോ നിലയം സ്ഥാപിച്ച ആദ്യ സർവകലാശാലയാണ് ചോദിക്കുന്നതെങ്കിൽ അത് സർദാർ പട്ടേൽ സർവകലാശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൽക്കട്ട യൂണിവേഴ്സിറ്റി 1857 സ്ഥാപിതമായി. ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും പഴക്കമുള്ളതുമായ സർവകലാശാല നളന്ദ സർവകലാശാല. സഞ്ചാരിയായ ഹുയാൻസാങ്ങിന്റെ രചനകളിൽ നിന്നും ഗുപ്തവംശത്തിന്റെ കാലഘട്ടത്തിലാണ് നളന്ദ സർവകലാശാല സ്ഥാപിതമായതെന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും പഴക്കമുള്ളതുമായ സർവകലാശാല ഏത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് നളന്ദ സർവകലാശാലയാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിനുള്ള പരമാവധി സംവരണം ലഭിക്കുന്ന യൂണിവേഴ്സിറ്റി ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. ക്യാമ്പസ് വലുപ്പമനുസരിച്ച് ലോകത്തിൽ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. 1916 ഉത്തർപ്രദേശിലെ വാരാണസിയിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ചു. 1300 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിനുള്ള പരമാവധി സംവരണം ലഭിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ ക്യാമ്പസ് വലുപ്പം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. വിദ്യാർത്ഥികളുടെ പ്രവേശനം കണക്കിലെടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1985 ന്യൂഡൽഹി സ്ഥാപിതമായ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇഗ്നോ. വിദ്യാർത്ഥികളുടെ പ്രവേശനം കണക്കിലെടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്, ഇഗ്നോ എന്നറിയപ്പെടുന്നു. സ്വന്തമായി എയർ സ്ട്രിപ്പുള്ള ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി IIT കാൻപൂർ. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു. അത്തരം സൗകര്യമുള്ള ആദ്യത്തെ അക്കാദമിക് സ്ഥാപനമാണിത്. ക്യാമ്പസിൽ സ്വന്തമായി ലൈറ്റ് ഹൗസ് ഉൾപ്പെടെ ബീച്ചുള്ള ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കർണാടക. അറബിക്കടലിന്റെ തീരത്ത് 250 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമാണിത്. സ്വന്തമായി എയർ സ്ട്രിപ്പുള്ള ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് IIT കാൻപൂർ ആണ്. എന്നാൽ ക്യാമ്പസിൽ സ്വന്തമായി ലൈറ്റ് ഹൗസ് ഉൾപ്പെടെ ബീച്ചുള്ള ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ NIT ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല GB പന്ത് കാർഷിക സർവകലാശാല. 1960 നവംബർ 17 ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ GB പന്ത് കാർഷിക സർവകലാശാലയാണ്.